പ്രഭാതകാഹളം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 22-ാം വാക്യം. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. ഈ 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കർത്താവ് ശിഷ്യന്മാരോട് വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഉപമയെക്കുറിച്ച് പറയുമ്പോൾ 7-ാം വാക്യത്തിൽ മുള്ളിനിടയിൽ വീഴുന്ന വിത്തിനെക്കുറിച്ച് പറയുകയും മുള്ളിന് അത് വളർന്ന് അതിനെ ഞെരുക്കിക്കളയുന്ന അനുഭവത്തെക്കുറിച്ച് പങ്കിടുകയും ചെയ്യുന്നു. ശിഷ്യന്മാർക്ക് യേശുവിനോട് ഈ ഉപമയുടെ സാരാംശം ഗ്രഹിപ്പാൻ തക്കവണ്ണം അപേക്ഷിച്ചു. കർത്താവ് പറഞ്ഞു, പല കാര്യങ്ങൾ പറഞ്ഞു. ഈ ഭാഗം മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത്. അനേകർ വചനം കേൾക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും നാം വചനം കേൾക്കുകയാണ്. എന്നാൽ നമ്മളുടെ ചിന്ത ഇതൊന്നുമല്ല. ലോകത്തിൻ്റെ ചിന്തയാണ്, ധനത്തിൻ്റെ വഞ്ചനയാണ് നമ്മെ ദൈവവചനം ഗ്രഹിക്കുന്നതിൽ നിന്നും അതിൽ ജീവിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നത്. കർത്താവ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത് വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കുന്നു. ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കുന്ന വചനത്തെ മുള്ളു വളർന്നു വന്ന് ഞെരുക്കുന്നു എങ്കിൽ അതിന് ഫലപ്രാപ്തി ഉണ്ടാകുകയില്ല. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ അത് ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തത്താൽ നാം സുരക്ഷിതരായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.